ഹായ്, മസാല ഫ്ലെയിംസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്താ ഉപ്പുമാവ് കഴിക്കുകയാണ്. രാവിലെ ഉണ്ടാക്കിയതാണ്. മസാല ഫ്ലെയിംസിൻ്റെ കിച്ചണിൽ ഉണ്ടാക്കിയ ഉപ്പുമാവാണ്. നല്ല അടിപൊളി ഉപ്പുമാവാണ്. ഉപ്പുമാവെന്ന് പറയുമ്പം എല്ലാവരുടെയും മുഖത്ത് ഉപ്പുമാവോ എന്നൊരു ചോദ്യം വരും. നിങ്ങൾ വിഷമിക്കേണ്ട, ഇത് നല്ല അടിപൊളി ഉപ്പുമാവാണ്. നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് പറ ഈ ഉപ്പുമാവ് കൊള്ളാവുമെന്ന്. അപ്പോൾ ഈ ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കിച്ചണിലേക്ക് പോയി നോക്കാം. നമ്മുടെ ഉപ്പുമാവിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരാം. 1.5 കപ്പ് റവയാണ് ഞാനിവിടെ എടുത്തു വെച്ചേക്കുന്നത് ഉപ്പുമാവിന് വേണ്ടി. 1.5 കപ്പ് റവ, ഒരു മീഡിയം സൈസ് സവാള കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 12 ബീൻസ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു ക്യാരറ്റിൻ്റെ 1/3 ഭാഗം എടുത്ത് ഇവിടെ നീളത്തിൽ, ചെറിയ നീളത്തിൽ, അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിലാണ് നീളത്തിൽ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അറിയാം, അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണം ഞാൻ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേ കണക്ക് തന്നെ 2 പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 തണ്ട് കറിവേപ്പിലയാണ് വേണ്ടുന്നത്, ഞാൻ അതും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടുന്നത് കാഷ്നട്ട് ഒരു 10 എണ്ണം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ബദാം ഒരു 6 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണിൽ താഴെയാണ് ഞാനിവിടെ കടുക് എടുത്ത് വെച്ചേക്കുന്നത്. കടുക് പൊട്ടിക്കാൻ കുറച്ച് കടുക് മതി, അതുകൊണ്ട് അത്രയും കടുക് എടുത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ 1 ടീസ്പൂൺ ഉപ്പ് നമുക്ക് വേണം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇച്ചിരി കൂടുതലോ കുറച്ചോ ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഇതിന് ചേർക്കുന്നത്. ഈ 1.5 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളമാണ് നമ്മൾ ഉപ്പുമാവിന് എടുക്കുന്നത്. പിന്നെ ഒരു ഇച്ചിരി വെള്ളം കൂടി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം, കാരണം ഇത്രയും വെജിറ്റബിളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഇച്ചിരി വെള്ളം കൂടി നമുക്ക് അതിലേക്ക് ചേർക്കാം. പക്ഷേ ഓർമ്മ വെച്ചേക്കണം, 1.5 കപ്പ് റവയ്ക്ക് എപ്പോഴും നമ്മൾ ഉപ്പുമാവിന് ചേർക്കേണ്ടത് 1.5 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളം തന്നെയാണ്. പിന്നെ ഒരു ഇച്ചിരി ചേർക്കാം ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ ഈ അണ്ടിപ്പരിപ്പ്, ഈ കാഷ്യൂനട്ട് നിങ്ങൾ ചേർക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ഫുള്ളായിട്ട് ഇടരുത്, ഇത് പിളർന്നിട്ട് വേണം ഇടേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അത് മൂക്കുമ്പം നല്ലോണം മൂക്കത്തില്ല, ഉള്ളൊന്നും മൂക്കത്തില്ല. അപ്പം എപ്പോഴും അത് പിളർത്തി വേണം കാഷ്യൂനട്ട് ഇടാൻ. നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഞാനൊരു പാൻ എടുത്ത് അടുപ്പ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് തീ കത്തിച്ച് നമുക്ക് ഈ പാൻ ചൂടായതിന് ശേഷം ഈ എടുത്തു വച്ചിരിക്കുന്ന 1.5 കപ്പ് റവ എടുത്ത് ചൂടാക്കണം. ചൂടാക്കുകയെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ചൂടായ പാനിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് റവയാണിത്. അത് ഒന്ന് ചൂടാക്കിയെടുക്കാം നമുക്ക്. നമുക്ക് ഈ റവ നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇത് റോസ്റ്റഡ് റവയാണ് വാങ്ങുന്നെങ്കിൽ പോലും ഒന്ന് ചൂടാക്കി എടുത്തിട്ട് വേണം ഉപ്പുമാവ് ഉണ്ടാക്കാൻ. റവ ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഞാൻ ആ റവ വറുത്ത അതേ പാത്രത്തിൽ തന്നെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നത്. തീ ഒന്ന് കുറച്ച് വെക്കണം, ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 2 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഞാൻ നല്ല കട്ടിയുള്ള നെയ്യാണ്, അപ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പം സാധാരണ ഉരുകിയ നെയ്യാണ് കുറച്ച് കൂടുതൽ വേണ്ടി വരും. ഇതിപ്പോൾ ഇങ്ങനെ എടുക്കുന്നതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ആണ്. ഇത്രയും എടുക്കണം നെയ്യ്. 2 ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് എല്ലാം പൊട്ടി തീർന്നതിന് ശേഷം നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കണം. കടുക് നല്ലോണം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്നൊരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേന് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാഷ്നട്ടും ബദാമും ഇത് രണ്ടും ഇട്ട് കൊടുക്കാം. കാഷ്നട്ടും ബദാമും നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേന് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ആദ്യം കറിവേപ്പില ഇടാം, പിന്നെ ബാക്കി എല്ലാ വെജിറ്റബിൾസും കൂടി ഇടാം.
നമ്മളിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ക്യാരറ്റ്, ബീൻസ്, പിന്നെ സവാള, പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി ഒന്നും വേഗമൊന്നും വേണ്ട. ചെറുതായിട്ടൊരു 1-2 മിനിറ്റ് ഇങ്ങനെ വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. 2 മിനിറ്റ് ഞാൻ ഇതിനകത്ത് ഈ വെജിറ്റബിൾ ഇട്ടൊന്ന് ഇളക്കി. അതിന് ശേഷം നമ്മളെടുത്ത് വെച്ചേക്കുന്ന വെള്ളം, അതായത് 1.5 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ വെജിറ്റബിൾസും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ 1.5 കപ്പിന് ഒരു കുറച്ചും കൂടി 1.25 കപ്പ് വെള്ളം ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അഥവാ ഇനി നമുക്ക് ഈ റവ ഇട്ട് കഴിയുമ്പം വെള്ളം പോരാ എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് തിളപ്പിച്ച ചൂടുവെള്ളം സൂക്ഷിച്ച് വെക്കുക. ആ തിളപ്പിച്ച വെള്ളം അതിലേക്ക് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പെന്ന് പറയുമ്പം 1 ടീസ്പൂണാണ് ഞാൻ ഉപ്പിടുന്നത്. ആദ്യം 1 ടീസ്പൂൺ ഉപ്പിട്ട് എന്നിട്ട് നമുക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം, ഉപ്പ് നോക്കുക എന്ന് പറഞ്ഞാൽ ഉപ്പുമാവ് റെഡിയായതിന് ശേഷമല്ല, ഈ വെള്ളത്തിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഉപ്പ് നോക്കണം. അപ്പോൾ അറിയാൻ പറ്റും നമുക്ക് ഉപ്പ് കറക്റ്റാണോ എന്ന്. കാരണം ഉപ്പുമാവിന് എപ്പോഴും ഇച്ചിരി ഉപ്പ് കൂടുതൽ നിൽക്കണം. വെള്ളത്തിൽ ഉപ്പ് നോക്കുമ്പോൾ കൂടുതൽ ആയിരിക്കണം. ഇതിപ്പോൾ കറക്റ്റാണ്. 1 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടത്, ടീസ്പൂണാണ് ഇട്ടത്. 1 ടീസ്പൂൺ ഉപ്പ് ഇതിൽ ഇട്ടേക്കുന്നത് എനിക്ക് കറക്റ്റാണ്. ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇച്ചിരി കൂട്ടുകയോ ഇച്ചിരി കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് 1 ടീസ്പൂൺ ഉപ്പാണ്. ഇനി നമുക്ക് ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. നല്ലപോലെ തിളച്ച് വരണം. അതിന് ശേഷമേ നമുക്ക് റവ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു 5 മിനിറ്റെങ്കിലും ഇത് നല്ലോണം തിളപ്പിക്കണം. തിളച്ച് തുടങ്ങിയതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് നല്ലോണം തിളച്ച് ആ വെജിറ്റബിളൊക്കെ ഒന്ന് വെന്ത് വരാം. അതിന് ശേഷമേ നമുക്ക് റവ ഇടാൻ പറ്റത്തുള്ളൂ. 5 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. റവ ഇടുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലായിടത്തും ഒരേപോലെ വീഴത്തക്ക രീതിയിൽ ഇങ്ങനെ ഇട്ടേക്കണം. അല്ലെങ്കിൽ കുറച്ച് സ്ഥലത്തായാൽ കുറച്ച് സ്ഥലത്ത് റവ ഇല്ലാതെയും കുറച്ച് സ്ഥലത്ത് റവ ഉള്ളതായിട്ടും കിടക്കും. അങ്ങനെ ആവരുത്. പെട്ടെന്ന് തന്നെ അത് ഇളക്കിയും കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ച് മാവിൽ വെള്ളം പിടിക്കാതിരിക്കും. പെട്ടെന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ അതൊന്ന് സ്പീഡിൽ ചെയ്യണം, അല്ലെങ്കിൽ ഉപ്പുമാവ് ശരിയാകത്തില്ല. ഇപ്പം നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. റവ ഇട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ ഇളക്കി അടുപ്പിൽ തന്നെ വെച്ചേക്കണം. അതിന് ശേഷമേ നമ്മൾ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം നമ്മുടെ ഉപ്പുമാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഞാനൊരു പ്ലേറ്റിലേക്ക് ഉപ്പുമാവ് മാറ്റിയിട്ടുണ്ട്. ഉപ്പുമാവിൽ നിന്ന് നല്ല ആവി പറക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. നല്ല ആവി പറക്കുന്നുണ്ട്. നല്ല ചൂടുള്ള നല്ല കാണാനും ഭംഗിയുണ്ട്, കഴിക്കാൻ അതിൻ്റെയേക്കാൾ ടേസ്റ്റ്. നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിക്കുക എന്നല്ല, ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് പറയണം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇത് എങ്ങനെ ഉണ്ടെന്ന്.